Let f be a function. F be a function from r star to r star defined by f of x is equal to 1 by x where r star is the set of all non-zero real numbers. Simple question ആണ്. A function f from r star to r star defined by f of x is equal to 1 by x, where r star is the set of all non-zero real numbers. Then check whether the function is 1 1 and onto. Whether the function is 1 1 and onto. Simple ആണ്. ഒന്ന് ട്രൈ ചെയ്തു എല്ലാവരും സ്പീഡിൽ. അതായത് സെക്കൻഡ് സെറ്റിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ അതനുസരിച്ച് നമ്മൾ അത് എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്നുള്ള അനലൈസ് ചെയ്യണം. അപ്പൊ സാധാരണ നമ്മൾ ചെയ്യുന്നത് ലെറ്റ് y ബിലോങ്സ് ടു സെക്കൻഡ് സെറ്റ്. തൽക്കാലം ഞാൻ ആർ സ്റ്റാർ എന്ന് പറഞ്ഞാൽ കോഡൊമൈൻ ആണ് ഉദ്ദേശിച്ചത്. സച്ച് ദാറ്റ് ക്വസ്റ്റ്യനിൽ പറഞ്ഞതുപോലെ എഫ് ഓഫ് എക്സ് ആണ് y. റൈറ്റ്? എഫ് എക്സ് ഇക്വൽ ടു y മീൻസ് ഫംഗ്ഷണൽ ക്വസ്റ്റ്യനിലെ കുറിച്ച് പറയുന്നത് എഫ് എക്സ് ഈസ് ഇക്വൽ ടു 1 by x. സോ വി ക്യാൻ റൈറ്റ് 1 by x ഈസ് ഇക്വൽ ടു y. എന്നിട്ട് സാധാരണ ഞാൻ പറയുന്ന കാര്യം ഇങ്ങനെ എഴുതി കഴിഞ്ഞിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഇക്വേഷൻ സോൾവ് ചെയ്തിട്ട് എക്സ് എന്താന്ന് കണ്ടുപിടിക്കുക. റൈറ്റ്? എക്സ് എന്ന് പറയുന്നത് ഇവിടുന്ന് സോൾവ് ചെയ്താൽ എന്താ വരിക? 1 by y. ഇവിടെ വരെ സാധാരണ എല്ലാവരും ചെയ്യാറുണ്ട്. ഇതാണ് ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം. ഇവിടെ നമ്മൾ ഓൺ ടു കാണുമ്പോൾ y സിക്കൽ ടു 1 by x എന്ന് കിട്ടി. എത്ര പേർക്ക് കിട്ടിയിട്ടുണ്ട് x സിക്കൽ ടു 1 by എന്നുള്ള ഇക്വേഷൻ? ഓക്കെ ഓക്കെ ഓക്കെ, രണ്ടുപേരെ കാണുന്നല്ലോ. വേറെ ആർക്കും കിട്ടിയില്ല? ഓക്കെ, അത് എളുപ്പമുള്ള പരിപാടിയാ. എക്സ് എന്നുള്ള വാല്യൂ കണ്ടുപിടിക്കുക. ഇനി അങ്ങോട്ടുള്ള കാര്യം പറയുമ്പോഴാണ് നമ്മൾ നോക്കുന്നത് എക്സ് ഈക്വൽ ടു 1 by ഇക്വേഷൻ ഓഫ് y കിട്ടിയത് കൊണ്ട് ഓൺ ടു ആണെന്ന് എങ്ങനെ നമുക്ക് പറയാൻ പറ്റും? അതാണ് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഓൺ ടു ആണെന്ന് പറയണമെങ്കിൽ നമ്മൾക്ക് കിട്ടിയ എക്സിന്റെ വാല്യൂ ഫസ്റ്റ് സെറ്റിൽ ഉള്ളതാണെന്ന് ഐഡന്റിഫൈ ചെയ്താൽ മാത്രമേ ഓൺ ടു ആയി മാറുള്ളൂ. ഞാൻ പറയുന്ന കാര്യം മനസ്സിലാകുന്നുണ്ടോ? കിട്ടിയ എക്സ് എന്താ അവിടെ കിട്ടിയ ഗായത്രി? 1 by y. ആ 1 by y എന്ന് പറയുന്നത് ഫസ്റ്റ് സെറ്റിലേക്കുള്ള റിവേഴ്സ് പ്രൊസീജിയറാണ്. തിരിച്ച് ഫസ്റ്റ് സെറ്റിൽ എത്താനുള്ള പരിപാടിയാണ്, അല്ലെങ്കിൽ ഒരു ഇക്വേഷൻ ആണ് നമ്മൾക്ക് പറയാം. അപ്പൊ നമ്മൾ സെക്കൻഡ് സെറ്റിൽ നിന്ന് ഒരു നമ്പർ എടുത്ത്, ഇപ്പൊ വൈക്ക് നമ്മൾ സെക്കൻഡ് സെറ്റിൽ ഏതെങ്കിലും ഒരു നമ്പർ എടുക്കുക. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വൈക്ക് ഞാൻ 2 കൊടുത്താൽ എക്സിന്റെ വാല്യൂ എന്താ വരിക? 1 by 2 വരും അല്ലേ? ആ 1 by 2 നമ്മുടെ ഫസ്റ്റ് സെറ്റിൽ ഉണ്ടോ നമുക്ക് അറിയണം. ഫസ്റ്റ് സെറ്റിലുള്ള എലമെന്റ്സ് അപ്പൊ നിങ്ങൾ ആലോചിക്കേണ്ട ഫസ്റ്റ് സെറ്റിൽ എങ്ങനെയുള്ള ആൾക്കാരുണ്ടെന്നാ ക്വസ്റ്റ്യൻ പറഞ്ഞ് നോക്കുക. ഫസ്റ്റ് സെറ്റിൽ എങ്ങനെയുള്ള ആൾക്കാരുണ്ടെന്നാ പറഞ്ഞിരിക്കണേ? നോൺ സീറോ റിയൽ നമ്പേഴ്സ്. സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സിൽ 0 ഒഴികെ ബാക്കി ആരൊക്കെയുണ്ട് അവർ മുഴുവൻ ഉണ്ടെന്ന് പറയണേ. അപ്പൊ 1 by 2 അവിടെ ഉണ്ടാവൂലേ?
ഇപ്പൊ എക്സിന് ഞാൻ -1 കൊടുത്തു അല്ലെങ്കിൽ -2 കൊടുത്തു. അപ്പോൾ അല്ല സോറി, വൈക്ക് -2 കൊടുത്തു. നമ്മൾക്ക് എന്താ കിട്ടുക? -1/2. അതും അവിടെ ഉണ്ടാവൂലേ? ഉണ്ടാവും. അപ്പൊ അങ്ങനെ എക്സാമ്പിൾ എടുത്തിട്ട് നമുക്ക് പറയൽ നടക്കില്ല. നമുക്ക് പറയേണ്ടത് കറക്റ്റ് ആയിട്ട് ഇവരെല്ലാം അവിടെ ഉണ്ടെന്ന് കൃത്യമായിട്ട് പറയണം. അപ്പൊ അതിനെന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാല് നിങ്ങൾ ചെയ്യേണ്ട പരിപാടി ഇത്രയേ ഉള്ളൂ. അതില് പിന്നെ നമ്മൾക്ക് കിട്ടിയ ആ ഒരു എക്സിന്റെ വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് വന്ന ഇക്വേഷൻ എക്സ് ഈക്വൽ ടു 1/y ആണ്. എക്സ് ഈക്വൽ ടു 1/y നമ്മൾ 1/y എന്ന് പറയുന്ന ആ ഒരു വാല്യൂ വരുന്ന നമ്പേഴ്സ് നമ്മൾ പഠിച്ചിട്ടുള്ള നമ്പർ സിസ്റ്റത്തിലെ റിയൽ നമ്പേഴ്സ്, റേഷണൽ നമ്പേഴ്സ്, നാച്ചുറൽ നമ്പേഴ്സ്, ഇൻഡിജർ, പോസിറ്റീവ് ഇൻഡിജർ, പോസിറ്റീവ് റിയൽ നമ്പേഴ്സ്, ഇങ്ങനെ കുറെ കാറ്റഗറി നമ്പേഴ്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾക്ക് അറിയാമെന്ന് വിചാരിക്കുക. അപ്പൊ ഈ 1/y എന്ന് പറയുന്നത് ഈ പറയുന്ന സിസ്റ്റത്തിലെ ഈ സെറ്റ് ഓഫ് നമ്പേഴ്സിൽ ഏത് ഗ്രൂപ്പിൽ പെട്ടതാണെന്ന് ആലോചിച്ച് നോക്കുക. ഈ 1/y എന്ന് പറയുന്നത് ശരിക്കും ഏത് ഗ്രൂപ്പിൽ വരിക നമ്മൾ പറയുകയാണെങ്കിൽ നാച്ചുറൽ നമ്പർ എന്ന് പറയാൻ പറ്റുമോ? ശരി, ഇതിനെ നമ്മൾക്ക് നാച്ചുറൽ നമ്പർ എന്ന് പറയാൻ പറ്റുമോ? നാച്ചുറൽ നമ്പർ പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. പറ്റുമോ? എല്ലാ നമ്പറും ഇപ്പോൾ എക്സാമ്പിൾ വൈക്ക് നമ്മൾ 3 നേരത്തെ പറഞ്ഞ പോലെ 2 ആണ് കൊടുത്തതെങ്കിൽ 1/2 ആണ് എക്സ് കിട്ടുക. അത് നാച്ചുറൽ നമ്പർ ആണോ? അല്ല. അത് ഏത് ഗ്രൂപ്പിൽ പെട്ടതാ? ഏത് ഗ്രൂപ്പിൽ പെട്ടതാ? റേഷണൽ നമ്പേഴ്സിൽ പെട്ടതാ. റൈറ്റ്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അങ്ങനെയാണെങ്കിൽ ഇത് ഏത് ഗ്രൂപ്പാ? റേഷണൽ നമ്പർ. അപ്പൊ നമ്മൾ എഴുതുക 1/y is a rational number. 1/y belongs to set of rational numbers. So what we are writing is 1/y is a rational number. എന്ന് പറഞ്ഞാൽ x equal to 1/y belongs to set of rational numbers. That implies x is a rational number. ഇത് നമ്മൾക്ക് കിട്ടി. പക്ഷെ നമ്മൾക്കറിയാം റാഷണൽ നമ്പർ എന്ന് പറയുന്നത് റിയൽ നമ്പേഴ്സിന്റെ സബ്സെറ്റ് ആണ്. അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു കൺസെപ്റ്റ് ഇവിടെ ഇതാണ്, റാഷണൽ നമ്പേഴ്സ് ഈസ് ദ സബ്സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ്. എക്സ് ബിലോങ്സ് ടു സെറ്റ് ഓഫ് റാഷണൽ നമ്പേഴ്സ് ആൻഡ് റാഷണൽ നമ്പേഴ്സ് ഈസ് ദ സബ്സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എക്സ് റിയൽ നമ്പേഴ്സിൽ പെട്ടതാണ്. ഇപ്പൊ സ്പെയിൻ സ്പെഷ്യൽ നമ്മുടെ ക്വസ്റ്റ്യനിൽ റിയൽ നമ്പേഴ്സിൽ പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് ആണ്, അത് നിങ്ങൾ മറക്കണ്ട. പക്ഷെ ഇവിടെ ഞാൻ എഴുതിയത് എക്സ് ഇസ് എ റിയൽ നമ്പർ. പിന്നെ മറ്റൊരു കാര്യം, റിയൽ നമ്പർ എന്ന് പറയുന്നത് -∞ മുതൽ +∞ വരെയുള്ള എല്ലാ നമ്പേഴ്സും ആണ്. പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യനിൽ രണ്ടിലും പോസിറ്റീവ് റിയൽ നമ്പർ ആണ്. അതുകൊണ്ട് ഈ സെറ്റിലും 0 ഇല്ല, ഈ സെറ്റിലും 0 ഇല്ല. അപ്പൊ എക്സ് 0 വരുന്ന ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് നമ്മൾക്കൊരു കാര്യം ചെയ്യാം. Therefore x belongs to R star എന്ന് എഴുതാം. ബിക്കോസ് y is not equal to 0. അല്ലെങ്കിൽ എക്സ് 0 കിട്ടുന്ന ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് നമ്മൾക്ക് ഇങ്ങനെ എഴുതാം. ഈ സ്റ്റെപ്പാണ് നിങ്ങൾ എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ എഴുതുന്നതെന്നും മനസ്സിലാക്കേണ്ടത്. ആ സ്റ്റെപ്പ് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് നിങ്ങൾ അനലൈസ് ചെയ്തിട്ട് ഒന്ന് റിവൈസ് ചെയ്ത് നോക്കുക. മനസ്സിലായോ? ഇല്ലെങ്കിലും ഒന്നൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. എന്താണ് ഞാനത് നിങ്ങളൊന്ന് പറഞ്ഞ് എഴുതി നോക്കുക നിങ്ങളുടെ സ്വന്തം നോട്ടിലേക്ക് ഒന്നുകൂടെ. പിന്നെ എന്നിട്ട് നമ്മൾ വീണ്ടും ഡിസ്കസ് ചെയ്യാം അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. സോ അതില് ഏതെങ്കിലും പാർട്ടിൽ നമ്മളിപ്പോൾ പറഞ്ഞത് നിങ്ങൾക്ക് ക്ലിയർ ആവുന്നില്ല എങ്കിൽ നമ്മൾ റിപ്പീറ്റ് ചെയ്യും. കാരണം ഇതൊരു ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ ആണ്. ഒരു ക്വസ്റ്റ്യൻ വരുന്നത് ഇങ്ങനെയാണ്. ഇത് ഞാനിപ്പോൾ സ്റ്റാർട്ടിങ് നമ്മൾ പറഞ്ഞതേ ഉള്ളൂ. ഷോ ദാറ്റ് ദ ഫംഗ്ഷൻ ഈസ് ബൈജക്റ്റീവ് ആൻഡ് ഫൈൻഡ് ദ ഇൻവേഴ്സ് എന്ന് പറയുന്ന നെക്സ്റ്റ് ടോപ്പിക്കിലാണ് ഇതിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. അപ്പൊ അടുത്ത ടോപ്പിക് ഇത് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ചെയ്യുന്നത് വളരെ കറക്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. എന്ന് പറഞ്ഞാൽ 1/1 ഓൺ 2 ആണ് തെളിയിക്കുന്നത് പഠിച്ചാൽ മാത്രമേ നമ്മൾക്ക് നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോണ 4 മാർക്സിന്റെ ക്വസ്റ്റ്യൻ വരുന്ന ഒരു പാർട്ടാണ്. അതിൽ ബൈജക്റ്റീവ് എങ്ങനെയാണെന്ന് തെളിയിക്കുന്നതിനെ കുറിച്ചാണ് പറയാം. ആ ബൈജക്റ്റീവ് സെക്ഷൻ നമ്മൾ ചെയ്യണമെങ്കിൽ ഇത് രണ്ടും പഠിച്ചിരിക്കണം. അപ്പൊ വെറുതെ കയറിയിട്ട് എക്സ് ഈക്വൽ ടു ഒരു വാല്യൂ എഴുതി വെച്ചിട്ട് ഓൺ 2 എന്ന് എഴുതിയാൽ മാർക്ക് കിട്ടില്ല. കാരണം എന്താന്ന് ചോദിച്ചാൽ ഈ സെയിം ക്വസ്റ്റ്യനിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് അറിയാം കാണാം. സെയിം ക്വസ്റ്റ്യനിൽ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഇപ്പൊ ഇവിടെ ഏറ്റവും എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ ഈ ഫസ്റ്റ് സെറ്റ് എന്നല്ലേ ആർ സ്റ്റാർ എന്ന് പറഞ്ഞ സാധനം സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ആണെങ്കിൽ
നാച്ചുറൽ നമ്പറിൽ നിന്ന് നാച്ചുറൽ നമ്പറിലേക്ക് ഡിഫൈൻ ചെയ്തൊരു ക്വസ്റ്റ്യൻ ആയിരുന്നെങ്കിൽ നമ്മൾക്ക് ഇത് ഓൺ ടു ആണെന്ന് പറയാൻ പറ്റൂല. എന്താ കാരണം എന്നറിയോ? എന്താ കാരണം അശ്വിനിയെ? എക്സ് എക്സ് റേഷണൽ നമ്പർ ആണ്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ വൈക്ക് 3 ആണ് കൊടുക്കുന്നതെങ്കിൽ, ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞില്ല കേട്ടോ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കാൻ. അപ്പോൾ മനസ്സിലാവാൻ വേണ്ടി വൈക്കുള്ള 3 ആണ് കൊടുക്കുന്നതെങ്കിൽ എക്സിന്റെ വാല്യൂ നമ്മൾക്ക് എത്ര കിട്ടുക? 1/3 അല്ലേ കിട്ടുക? അല്ലേ? 1/3 നാച്ചുറൽ നമ്പർ അല്ലല്ലോ, ആണോ? അല്ല. അപ്പൊ നാച്ചുറൽ നമ്പർ അല്ല. അപ്പൊ നമുക്ക് ഫസ്റ്റ് സെറ്റിന്റെ ക്യാരക്ടർ അനുസരിച്ച് നമ്മൾക്ക് ഇവിടുന്ന് അങ്ങോട്ടേക്ക് കാര്യങ്ങൾ ഡിഫൈൻ ചെയ്യാൻ പറ്റുള്ളൂ. റൈറ്റ്? അപ്പൊ അത് എപ്പോഴും മനസ്സിലുണ്ടാവും. ചെറിയൊരു ടെക്നിക്കൽ പ്രോബ്ലം ആണ്. അതൊന്ന് അനലൈസ് ചെയ്താൽ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന അതിന്റെ അപ്പുറത്തേക്ക് ഒന്നും ഇല്ല സംഭവം. റൈറ്റ്? അപ്പൊ ഒന്ന് വേഗം നോക്കി എത്ര പേർക്ക് അത് ക്ലിയർ ആയി ഞാൻ നോക്കട്ടെ. മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിച്ചോളൂ, കുഴപ്പമില്ല. ലാസ്റ്റ് പറഞ്ഞത് ആരാ ചോദിച്ചത്? അശ്വിനി തന്നെയാ? ഓക്കെ, ഒരു മിനിറ്റ്. ഇതിൽ ഏതാ സെക്ഷൻ ഡൗട്ട് വന്നേ? ആർ സ്റ്റാറാ? റൈറ്റ്. അപ്പൊ ഇത് എവിടെയാണ് സംഭവം ഉള്ളത്? എക്സ് ബിലോങ്സ് ടു സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് വിച്ച് ഈസ് സെറ്റ് ഓഫ് റിയൽ നമ്പർ, സബ്സെറ്റ് ഓഫ് റിയൽ നമ്പർ. അത് പറഞ്ഞ മനസ്സിലായിരുന്നോ? ഈ സ്റ്റെപ്പ് വരെ ഓക്കെ ആണോ എന്ന് എന്റെ ചോദ്യം. ഓക്കെ, നമ്മള് റിയൽ നമ്പേഴ്സിന്റെ സെറ്റ് ഇതാണ്. സോ ഇതിൽ ആദ്യം നമ്മൾ എഴുതേണ്ട സ്റ്റെപ്പ് ഇങ്ങനെയായിരുന്നു ഓർമ്മയുണ്ടെന്ന് ഇരിക്കുന്നത്. സൊല്യൂഷൻസ് ചെക്ക് ചെയ്തോളൂ. ഞാൻ എഴുതുന്ന പോലെയാണ് എഴുതിയാൽ നോക്കുക കേട്ടോ. സോ ഫസ്റ്റ് വൺ ഇങ്ങനെയാണ്: ലെറ്റ് f of x1 equal to f of x2 where x1 comma x2 belongs to r star. ആർ സ്റ്റാർ മനസ്സിലായെന്ന് വിചാരിക്കണോ? ആർ സ്റ്റാർ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ വളരെ ക്ലിയർ ആയിട്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. വേർ ആർ സ്റ്റാർ ഈസ് ദ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ഇൻ വിച്ച് the zero is excluded. That means the set contains with no zero. For example, we are writing it as r minus set 0. അപ്പോൾ നമ്മൾ നമ്പർ ലൈൻ വരയ്ക്കുകയാണെങ്കിൽ മൈനസ് ഇൻഫിനിറ്റി മുതൽ പ്ലസ് ഇൻഫിനിറ്റി വരെയുള്ള നമ്പേഴ്സ് എടുക്കുമ്പോൾ ഇതിൽ സീറോ മാത്രം ഉണ്ടാവില്ല. സീറോ എക്സ്ക്ലൂഡ് ചെയ്തിട്ട് മൈനസ് ഇൻഫിനിറ്റി മുതൽ സീറോയുടെ തൊട്ടടുത്ത് വരെയുള്ള നമ്പർ ഉണ്ടാവും. അതുപോലെ സീറോയുടെ തൊട്ട് റൈറ്റ് സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇൻഫിനിറ്റി. ഇൻ ബിറ്റ്വീൻ സീറോ എന്ന് പറയുന്ന നമ്പർ മാത്രം ഒഴിവാക്കിയിട്ടാണ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അതാണ് നോൺ സീറോ റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് കൊണ്ട് ക്വസ്റ്റ്യനിൽ മെയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇനി ഇവിടെ നമ്മൾക്ക് 1 ആണെന്ന് ചെക്ക് ചെയ്യണം. 1 ആണെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പറയുന്ന ഒരു യൂഷ്വൽ പ്രൊസീജിയർ ആണ്. ഓൾജിബ്രൈക് മെത്തേഡിൽ നമ്മൾ പറയുന്ന ഒരു പരിപാടിയാണ് എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2. എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2 ആണെങ്കിൽ നമ്മൾ ഫംഗ്ഷനിൽ വാല്യൂ കൊടുക്കും. അതിൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് നമുക്കറിയാം, ക്വസ്റ്റ്യനിൽ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. The value of function is, the function is defined as f of x is equal to 1 by x. So f of x1 is equal to 1 by x1 equal to 1 by x2. That implies x1 equal to x2. So what we are getting is f of x1 equal to f of x2 implies x1 is equal to x2. ഇതിങ്ങനെ കിട്ടുകയാണെങ്കിൽ ദാറ്റ് മീൻസ് ദ ഫംഗ്ഷൻ ഈസ് 1. ഇതാണ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്തത്. ഇതേപോലെ കൃത്യമായിട്ട് കിട്ടിയവര് അതായത് സെക്കൻഡ് സെറ്റിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ അതനുസരിച്ച് നമ്മൾ അത് എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്നുള്ള അനലൈസ് ചെയ്യണം. അപ്പൊ സാധാരണ നമ്മൾ ചെയ്യുന്നത് ലെറ്റ് y ബിലോങ്സ് ടു സെക്കൻഡ് സെറ്റ്. തൽക്കാലം ഞാൻ ആർ സ്റ്റാർ എന്ന് പറഞ്ഞാൽ കോഡൊമൈൻ ആണ് ഉദ്ദേശിച്ചത്. സച്ച് ദാറ്റ് ക്വസ്റ്റ്യനിൽ പറഞ്ഞതുപോലെ എഫ് ഓഫ് എക്സ് ആണ് y. റൈറ്റ്? എഫ് എക്സ് ഇക്വൽ ടു y മീൻസ് ഫംഗ്ഷനിൽ ക്വസ്റ്റ്യനിലൊക്കെ കുറിച്ച് പറയുന്നത് എഫ് എക്സ് ഈസ് ഇക്വൽ ടു 1 by x. സോ വി ക്യാൻ റൈറ്റ് 1 by x ഈസ് ഇക്വൽ ടു y. എന്നിട്ട് സാധാരണ ഞാൻ പറയുന്ന കാര്യം
ഇങ്ങനെ എഴുതി കഴിഞ്ഞിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഇക്വേഷൻ സോൾവ് ചെയ്തിട്ട് എക്സ് എന്താന്ന് കണ്ടുപിടിക്കുക. റൈറ്റ്? എക്സ് എന്ന് പറയുന്നത് ഇവിടുന്ന് സോൾവ് ചെയ്താൽ എന്താ വരിക? 1/y. ഇവിടെ വരെ സാധാരണ എല്ലാവരും ചെയ്യാറുണ്ട്. ഇതാണ് ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം. ഇവിടെ നമ്മൾ ഓൺ ടു കാണുമ്പോൾ y = 1/x എന്ന് കിട്ടി. എത്ര പേർക്ക് കിട്ടിയിട്ടുണ്ട് x = 1/y എന്നുള്ള ഇക്വേഷൻ? ഓക്കെ ഓക്കെ ഓക്കെ, രണ്ടുപേരെ കാണുന്നല്ലോ. വേറെ ആർക്കും കിട്ടിയില്ല? ഓക്കെ, അത് എളുപ്പമുള്ള പരിപാടിയാ. എക്സ് എന്നുള്ള വാല്യൂ കണ്ടുപിടിക്കുക. ഇനി അങ്ങോട്ടുള്ള കാര്യം പറയുമ്പോഴാണ് നമ്മൾ നോക്കുന്നത് x = 1/, ഇക്വേഷൻ ഓഫ് y കിട്ടിയത് കൊണ്ട് ഓൺ ടു ആണെന്ന് എങ്ങനെ നമുക്ക് പറയാൻ പറ്റും? അതാണ് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഓൺ ടു ആണെന്ന് പറയണമെങ്കിൽ നമ്മൾക്ക് കിട്ടിയ എക്സിന്റെ വാല്യൂ ഫസ്റ്റ് സെറ്റിൽ ഉള്ളതാണെന്ന് ഐഡന്റിഫൈ ചെയ്താൽ മാത്രമേ ഓൺ ടു ആയി മാറുള്ളൂ. ഞാൻ പറയുന്ന കാര്യം മനസ്സിലാകുന്നുണ്ടോ? കിട്ടിയ എക്സ് എന്താ അവിടെ കിട്ടിയ ഗായത്രി? 1/y. ആ 1/y എന്ന് പറയുന്നത് ഫസ്റ്റ് സെറ്റിലേക്കുള്ള റിവേഴ്സ് പ്രൊസീജിയറാണ്. തിരിച്ച് ഫസ്റ്റ് സെറ്റിൽ എത്താനുള്ള പരിപാടിയാണ്, അല്ലെങ്കിൽ ഒരു ഇക്വേഷൻ ആണ് നമ്മൾക്ക് പറയാം. അപ്പൊ നമ്മൾ സെക്കൻഡ് സെറ്റിൽ നിന്ന് ഒരു നമ്പർ എടുത്തു. ഇപ്പൊ വൈക്ക് നമ്മൾ സെക്കൻഡ് സെറ്റിൽ ഏതെങ്കിലും ഒരു നമ്പർ എടുക്കുക. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വൈക്ക് ഞാൻ 2 കൊടുത്താൽ എക്സിന്റെ വാല്യൂ എന്താ വരിക? 1/2 വരും അല്ലെ? ആ 1/2 നമ്മുടെ ഫസ്റ്റ് സെറ്റിൽ ഉണ്ടോ നമുക്ക് അറിയണം. ഫസ്റ്റ് സെറ്റിലുള്ള എലമെന്റ്സ് അപ്പൊ നിങ്ങൾ ആലോചിക്കേണ്ട ഫസ്റ്റ് സെറ്റിൽ എങ്ങനെയുള്ള ആൾക്കാരുണ്ടെന്നാ ക്വസ്റ്റ്യൻ പറഞ്ഞ് നോക്കുക. ഫസ്റ്റ് സെറ്റിൽ എങ്ങനെയുള്ള ആൾക്കാരുണ്ടെന്നാ പറഞ്ഞിരിക്കണേ? നോൺ റിയൽ നമ്പേഴ്സ്, നോൺ സീറോ റിയൽ നമ്പേഴ്സ്. സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സിൽ 0 ഒഴികെ ബാക്കി ആരൊക്കെയുണ്ട് അവർ മുഴുവൻ ഉണ്ടെന്ന് പറയണേ. അപ്പൊ 1/2 അവിടെ ഉണ്ടാവൂലേ? ഇപ്പൊ എക്സിന് ഞാൻ -1 കൊടുത്തു, അല്ലെങ്കിൽ -2 കൊടുത്തു. അപ്പൊ അല്ല സോറി, വൈക്ക് -2 കൊടുത്തു. നമ്മൾക്ക് എന്താ കിട്ടുക? -1/2. അതും അവിടെ ഉണ്ടാവൂലേ? ഉണ്ടാവും. അപ്പൊ അങ്ങനെ എക്സാമ്പിൾ എടുത്തിട്ട് നമുക്ക് പറയൽ നടക്കില്ല. നമുക്ക് പറയേണ്ടത് കറക്റ്റ് ആയിട്ട് ഇവരെല്ലാം അവിടെ ഉണ്ടെന്ന് കൃത്യമായിട്ട് പറയണം. അപ്പൊ അതിനെന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാല് നിങ്ങൾ ചെയ്യേണ്ട പരിപാടി ഇത്രയേ ഉള്ളൂ. അതില് പിന്നെ നമ്മൾക്ക് കിട്ടിയ ആ ഒരു എക്സിന്റെ വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് വന്ന ഇക്വേഷൻ x = 1/y ആണ്. x = 1/y നമ്മൾ 1/y എന്ന് പറയുന്ന ആ ഒരു വാല്യൂ വരുന്ന നമ്പേഴ്സ് നമ്മൾ പഠിച്ചിട്ടുള്ള നമ്പർ സിസ്റ്റത്തിലെ റിയൽ നമ്പേഴ്സ്, റേഷണൽ നമ്പേഴ്സ്, നാച്ചുറൽ നമ്പേഴ്സ്, ഇൻഡിജർ, പോസിറ്റീവ് ഇൻഡിജർ, പോസിറ്റീവ് റിയൽ നമ്പേഴ്സ്, ഇങ്ങനെ കുറെ കാറ്റഗറി നമ്പേഴ്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾക്ക് അറിയാമെന്ന് വിചാരിക്കുക. അപ്പൊ ഈ 1/y എന്ന് പറയുന്നത് ഈ പറയുന്ന സിസ്റ്റത്തിലെ ഈ സെറ്റ് ഓഫ് നമ്പേഴ്സിൽ ഏത് ഗ്രൂപ്പിൽ പെട്ടതാണെന്ന് ആലോചിച്ച് നോക്കുക. ഈ 1/y എന്ന് പറയുന്നത് ശരിക്കും ഏത് ഗ്രൂപ്പിൽ വരിക നമ്മൾ പറയുകയാണെങ്കിൽ നാച്ചുറൽ നമ്പർ എന്ന് പറയാൻ പറ്റുമോ? ശരി, ഇതിനെ നമ്മൾക്ക് നാച്ചുറൽ നമ്പർ എന്ന് പറയാൻ പറ്റുമോ? നാച്ചുറൽ നമ്പർ പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. പറ്റുമോ? എല്ലാ നമ്പറും ഇപ്പോൾ എക്സാമ്പിൾ വൈക്ക് നമ്മൾ 3 നേരത്തെ പറഞ്ഞ പോലെ 2 ആണ് കൊടുത്തതെങ്കിൽ 1/2 ആണ് എക്സ് കിട്ടുക. അത് നാച്ചുറൽ നമ്പർ ആണോ? അല്ല. അത് ഏത് ഗ്രൂപ്പിൽ പെട്ടതാ? ഏത് ഗ്രൂപ്പിൽ പെട്ടതാ? റേഷണൽ നമ്പേഴ്സിൽ പെട്ടതാ. റൈറ്റ്? അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അങ്ങനെയാണെങ്കിൽ ഇത് ഏത് ഗ്രൂപ്പാ? റേഷണൽ നമ്പർ. അപ്പൊ നമ്മൾ എഴുതുക 1/y is a rational number. 1/y belongs to set of rational numbers. So what we are writing is 1/y is a rational number. എന്ന് പറഞ്ഞാൽ x = 1/y belongs to set of rational numbers. That implies x is a rational number. ഇത് നമ്മൾക്ക് കിട്ടി. പക്ഷെ നമ്മൾക്കറിയാം റാഷണൽ നമ്പർ എന്ന് പറയുന്നത് റിയൽ നമ്പേഴ്സിന്റെ സബ്സെറ്റ് ആണ്. അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു കൺസെപ്റ്റ് ഇവിടെ ഇതാണ്: റാഷണൽ നമ്പേഴ്സ് ഈസ് ദ സബ്സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ്. x belongs to set of rational numbers and rational numbers is a subset of real numbers.
എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എക്സ് റിയൽ നമ്പേഴ്സിൽ പെട്ടതാണ്. ഇപ്പൊ സ്പെയിൻ സ്പെഷ്യൽ നമ്മുടെ ക്വസ്റ്റ്യനിൽ റിയൽ നമ്പേഴ്സിൽ പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് ആണ്, അത് നിങ്ങൾ മറക്കണ്ട. പക്ഷെ ഇവിടെ ഞാൻ എഴുതിയത് എക്സ് ഇസ് എ റിയൽ നമ്പർ. പിന്നെ മറ്റൊരു കാര്യം, റിയൽ നമ്പർ എന്ന് പറയുന്നത് -∞ മുതൽ +∞ വരെയുള്ള എല്ലാ നമ്പേഴ്സും ആണ്. പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യനില് രണ്ടിലും പോസിറ്റീവ് റിയൽ നമ്പർ ആണ്. അതുകൊണ്ട് ഈ സെറ്റിലും 0 ഇല്ല, ഈ സെറ്റിലും 0 ഇല്ല. അപ്പൊ എക്സ് 0 വരുന്ന ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് നമ്മൾക്കൊരു കാര്യം ചെയ്യാം. Therefore x belongs to R star എന്ന് എഴുതാം. ബിക്കോസ് y is not equal to 0. അല്ലെങ്കിൽ എക്സ് 0 കിട്ടുന്ന ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് നമ്മൾക്ക് ഇങ്ങനെ എഴുതാം. ഈ സ്റ്റെപ്പാണ് നിങ്ങൾ എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ എഴുതുന്നതെന്നും മനസ്സിലാക്കേണ്ടത്. ആ സ്റ്റെപ്പ് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് നിങ്ങൾ അനലൈസ് ചെയ്തിട്ട് ഒന്ന് റിവൈസ് ചെയ്ത് നോക്കുക. മനസ്സിലായോ? ഇല്ലെങ്കിലും ഒന്നൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. എന്താണ് ഞാനത് നിങ്ങളൊന്ന് പറഞ്ഞ് എഴുതി നോക്കുക നിങ്ങളുടെ സ്വന്തം നോട്ടിലേക്ക് ഒന്നുകൂടെ. പിന്നെ എന്നിട്ട് നമ്മൾ വീണ്ടും ഡിസ്കസ് ചെയ്യാം അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. സോ അതില് ഏതെങ്കിലും പാർട്ടിൽ നമ്മളിപ്പോൾ പറഞ്ഞത് നിങ്ങൾക്ക് ക്ലിയർ ആവുന്നില്ല എങ്കിൽ നമ്മൾ റിപ്പീറ്റ് ചെയ്യും. കാരണം ഇതൊരു ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ ആണ്. ഒരു ക്വസ്റ്റ്യൻ വരുന്നത് ഇങ്ങനെയാണ്. ഇത് ഞാനിപ്പോൾ സ്റ്റാർട്ടിങ് നമ്മൾ പറഞ്ഞതേ ഉള്ളൂ. ഷോ ദാറ്റ് ദ ഫംഗ്ഷൻ ഈസ് ബൈജക്റ്റീവ് ആൻഡ് ഫൈൻഡ് ദ ഇൻവേഴ്സ് എന്ന് പറയുന്ന നെക്സ്റ്റ് ടോപ്പിക്കിലാണ് ഇതിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. അപ്പൊ അടുത്ത ടോപ്പിക് ഇത് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ചെയ്യുന്നത് വളരെ കറക്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. എന്ന് പറഞ്ഞാൽ 1-1 ഉം on-2 ആണ് തെളിയിക്കുന്നത് പഠിച്ചാൽ മാത്രമേ നമ്മൾക്ക് നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകണം 4 മാർക്സിന്റെ ക്വസ്റ്റ്യൻ വരുന്ന ഒരു പാർട്ടാണ്. അതിൽ ബൈജക്റ്റീവ് എങ്ങനെയാണെന്ന് തെളിയിക്കുന്നതിനെ കുറിച്ചാണ് പറയാം. ആ ബൈജക്റ്റീവ് സെക്ഷൻ നമ്മൾ ചെയ്യണമെങ്കിൽ ഇത് രണ്ടും പഠിച്ചിരിക്കണം. അപ്പൊ വെറുതെ കയറിയിട്ട് എക്സ് ഈക്വൽ ടു ഒരു വാല്യൂ എഴുതി വെച്ചിട്ട് on-2 എന്ന് എഴുതിയാൽ മാർക്ക് കിട്ടില്ല. കാരണം എന്താന്ന് ചോദിച്ചാൽ ഈ സെയിം ക്വസ്റ്റ്യനിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് അറിയാം കാണാം. സെയിം ക്വസ്റ്റ്യനിൽ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഇപ്പൊ ഇവിടെ ഏറ്റവും എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ ഈ ഫസ്റ്റ് സെറ്റ് എന്നല്ലേ ആർ സ്റ്റാർ എന്ന് പറഞ്ഞ സാധനം സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ആണെങ്കിൽ നാച്ചുറൽ നമ്പറിൽ നിന്ന് നാച്ചുറൽ നമ്പറിലേക്ക് ഡിഫൈൻ ചെയ്തൊരു ക്വസ്റ്റ്യൻ ആയിരുന്നെങ്കിൽ നമ്മൾക്ക് ഇത് on-2 ആണെന്ന് പറയാൻ പറ്റൂല. എന്താ കാരണം എന്നറിയോ? എന്താ കാരണം അശ്വിനിയെ? എക്സ് എക്സ് റേഷണൽ നമ്പർ ആണ്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ വൈക്ക് 3 ആണ് കൊടുക്കുന്നതെങ്കിൽ, ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞില്ല കേട്ടോ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കാൻ. അപ്പോൾ മനസ്സിലാവാൻ വേണ്ടി y 3 ആണ് കൊടുക്കുന്നതെങ്കിൽ എക്സിന്റെ വാല്യൂ നമ്മൾക്ക് എത്ര കിട്ടുക? 1/3 അല്ലേ കിട്ടുക? അല്ലേ? 1/3 നാച്ചുറൽ നമ്പർ അല്ലല്ലോ, ആണോ? അല്ല. അപ്പൊ നാച്ചുറൽ നമ്പർ അല്ല. അപ്പൊ നമുക്ക് ഫസ്റ്റ് സെറ്റിന്റെ ക്യാരക്ടർ അനുസരിച്ച് നമ്മൾക്ക് ഇവിടുന്ന് അങ്ങോട്ടേക്ക് കാര്യങ്ങൾ ഡിഫൈൻ ചെയ്യാൻ പറ്റുള്ളൂ. റൈറ്റ്? അപ്പൊ അത് എപ്പോഴും മനസ്സിലുണ്ടാവും. ചെറിയൊരു ടെക്നിക്കൽ പ്രോബ്ലം ആണ്. അതൊന്ന് അനലൈസ് ചെയ്താൽ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന അതിന്റെ അപ്പുറത്തേക്കൊന്നും ഇല്ല സംഭവം. റൈറ്റ്? അപ്പൊ ഒന്ന് വേഗം നോക്കി എത്ര പേർക്ക് അത് ക്ലിയർ ആയി ഞാൻ നോക്കട്ടെ. മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിച്ചോളൂ, കുഴപ്പമില്ല. ലാസ്റ്റ് പറഞ്ഞത് ആരാ ചോദിച്ചത്? അശ്വിനി തന്നെയാ? ഓക്കെ, ഒരു മിനിറ്റ്. ഇതിൽ ഏതാ സെക്ഷൻ ഡൗട്ട് വന്നേ? ആർ സ്റ്റാറാ? റൈറ്റ്. അപ്പൊ ഇത് എവിടെയാണ് സംഭവം ഉള്ളത്? എക്സ് ബിലോങ്സ് ടു സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് വിച്ച് ഈസ് സെറ്റ് ഓഫ് റിയൽ നമ്പർ സബ്സെറ്റ് ഓഫ് റിയൽ നമ്പർ. അത് പറഞ്ഞ് മനസ്സിലായിരുന്നോ? ഈ സ്റ്റെപ്പ് വരെ ഓക്കെ ആണോ എന്ന് എന്റെ ചോദ്യം. ഓക്കെ, നമ്മള് റിയൽ നമ്പേഴ്സിന്റെ സെറ്റ് ഇതാന്ന്.